ഓം ശാന്തി. 16/5/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, സ്വയം തന്നെ മെച്ചപ്പെടുത്തുന്നതിന് അറ്റൻഷൻ നൽകൂ. ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ബാബ ഒരിക്കലും ആരുടെ മേലും നിരാശനാകുന്നില്ല. ശിക്ഷണം നൽകുന്നു. ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. ബാബ നമ്മൾക്ക് ഈ ജ്ഞാനം നൽകുന്നത് നമ്മെ മെച്ചപ്പെടുത്തുന്നതിനാണ്. മെച്ചപ്പെടുത്തുക എന്നാൽ മോശമായ സ്ഥിതിയിൽ നിന്ന് മികച്ച സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തമോ പ്രധാനതയിൽ നിന്ന് സതോ പ്രധാനമാക്കുകയാണ്. ഇതിൽ നാം സ്വയം നല്ല ശ്രദ്ധ കൊടുക്കണം. നമ്മൾക്ക് തന്നെ ആഗ്രഹമുണ്ടാകണം. നമ്മളിൽ ദൈവീ ഗുണങ്ങൾ വേണം, നമ്മൾ മികച്ചവരാകണം എന്നത്. അതിനാൽ തൻ്റെ പുരുഷാർത്ഥത്തിൽ, അതായത് സ്വയം ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രദ്ധ കൊടുക്കണം. അതിനായി ദൈവീ ഗുണങ്ങളും ധാരണ ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് എങ്കിൽ, കുറവുണ്ട് എങ്കിൽ ബാബ തീർച്ചയായും ശിക്ഷണം തരും. ഒരിക്കലും ബാബ നമ്മളിൽ നിരാശനാകുകയോ ദേഷ്യപ്പെടുകയോ അല്ല, ശിക്ഷണം നൽകുകയാണ്. ഇതിലൊരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ചോദ്യം: കുട്ടികളിൽ ഏത് സ്മൃതി ഉണ്ട് എങ്കിൽ സമയം വേസ്റ്റാക്കില്ല? ഉത്തരം: ഇത് സംഗമ സമയമാണ്. വളരെ ഉയർന്ന ലോട്ടറി ലഭിച്ചിരിക്കുകയാണ്. ബാബ നമ്മളെ വജ്രസമാനം ദേവത ആക്കുകയാണ്. ഈ സ്മൃതി ഉണ്ട് എങ്കിൽ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യില്ല. ഈ ജ്ഞാനം സോഴ്സ് ഓഫ് ഇൻകം ആണ്, അതായത് വരുമാന മാർഗമാണ്. ഇതിനാൽ പഠിത്തം ഒരിക്കലും മിസ്സാകരുത്. മായ ദേഹാഭിമാനത്തിൽ കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കും. എന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാബയുമായി യോഗമുണ്ട് എങ്കിൽ സമയം സഫലമാകും. ഇപ്പോഴത്തെ സമയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ലോട്ടറി. കാരണം ഈ സമയത്ത് മാത്രമേ നമ്മൾക്ക് ദേവീ ദേവതയാകാൻ സാധിക്കുള്ളൂ. ബാബ ഈ സമയത്താണ് നമ്മൾ ഓരോരുത്തരെയും വജ്രസമാനമാക്കുന്നതിന് നമ്മുടെ മേൽ ജോലി ചെയ്യുന്നത്. ഈ സ്മൃതി നമ്മൾക്കുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും സമയം കളയില്ല. കാരണം ഏറ്റവും വിലപിടിപ്പുള്ള സമയം ഇതാണ്. ഈ ജ്ഞാനമെന്നത് നമ്മൾക്ക് വരുമാന മാർഗമാണ്. നമ്മൾക്ക് എപ്പോഴാണോ അറിവ് ലഭിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾക്ക് ഓരോ കാര്യത്തിൻ്റെയും മൂല്യം അറിയാൻ സാധിക്കുന്നത്. മൂല്യം അറിയുമ്പോഴാണ് അത് മികച്ച രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കുന്നത്. ഈ ജ്ഞാനം ഒരിക്കലും മിസ് ചെയ്യരുത്. പഠിത്തം എന്നും പഠിക്കുക തന്നെ വേണം, മുരളി കേൾക്കുക തന്നെ വേണം. എന്നാൽ മായ പലതരത്തിൽ ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വല്ലാതെ ശ്രമിക്കും. ഒരിക്കലും നാം തളർന്നു പോകരുത്. നമ്മൾക്ക് ഡയറക്റ്റ് ബാബയുമായി യോഗമുണ്ടെങ്കിൽ, അതായത് കണക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ സമയം തീർച്ചയായും സഫലമാകും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വികർമ്മം വിനാശം ചെയ്ത് സ്വയം മികച്ചവരാകുന്നതിന് ഓർമ്മയുടെ യാത്രയിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം. 2. ദേവതയാകുന്നതിന് സംഗമയുഗത്തിൽ പുരുഷോത്തമനാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അശ്രദ്ധയിൽ തൻ്റെ സമയം വ്യർത്ഥമാക്കരുത്. നമ്മൾ ആത്മാവിലുള്ള പാപം നശിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധമാകുന്നത്. പാപം നശിപ്പിക്കുന്നതിന് ഓർമ്മയുടെ യാത്ര വളരെ അത്യാവശ്യമാണ്. അതിനാൽ നമ്മുടെ ശ്രദ്ധ ഓർമ്മയുടെ യാത്രയിൽ കൊടുക്കണം. അതിനോടൊപ്പം ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ സംഗമയുഗത്തിന്റെ സമയം എന്നത് ദുർലഭമായ സമയമാണ്. ദേവത ആകുന്നതിനുള്ള സമയമാണ്. അതിനാൽ പുരുഷാർത്ഥം ചെയ്യണം, അശ്രദ്ധരാകരുത്. വരദാനം:
ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ സമ്പത്തുകളെ മഹാദാനിയായി ദാനം ചെയ്യുന്ന മാസ്റ്റർ ജ്ഞാനസാഗരനായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബ ജ്ഞാനസാഗരമാണോ, ഇതുപോലെ മാസ്റ്റർ ജ്ഞാനസാഗരമായി സദാ മറ്റുള്ളവർക്കും ജ്ഞാനദാനം നൽകിക്കൊണ്ടിരിക്കൂ. ജ്ഞാനത്തിൻ്റെ വളരെയധികം ശ്രേഷ്ഠ സമ്പത്ത് നിങ്ങൾ കുട്ടികളുടെ അടുക്കലുണ്ട്. ആ സമ്പത്തുകളാൽ നിറഞ്ഞ് ഓർമ്മയുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവരുടെ സേവനം ചെയ്യൂ. എന്ത് സമ്പത്തുകൾ ലഭിച്ചിട്ടുണ്ടോ മഹാദാനിയായി അവ ദാനം ചെയ്തുകൊണ്ടിരിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഈ സമ്പത്ത് എത്ര ദാനം ചെയ്യുമോ അത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. മഹാദാനി ആകുക അർത്ഥം നൽകുക എന്നല്ല, അതിനു പകരം ഒന്നുകൂടി നിറയ്ക്കുക എന്നാണ്. ബാബ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, ദാനം നൽകുക എന്നാൽ നൽകുന്നതിനേക്കാളും എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം നിറയുകയാണ് ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകിച്ചും ജ്ഞാനരത്നങ്ങളുടെ ഖജനാവിനെ കുറിച്ചാണ് ബാബ പറയുന്നത്. ജ്ഞാനസാഗരനായ ബാബയിൽ നിന്ന് നമ്മൾക്ക് ധാരാളം ജ്ഞാനരത്നങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ സ്വയം മാസ്റ്റർ ജ്ഞാനസാഗരവുമാണ്. ഇപ്രകാരം ജ്ഞാനസാഗരമായി മറ്റുള്ളവർക്ക് ജ്ഞാനം ദാനം ചെയ്തുകൊണ്ടിരിക്കണം. ഈ ദാനം ചെയ്യുന്നതിലൂടെ നമ്മളുടെ സമ്പത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും തീർന്നു പോകുന്നില്ല. സ്ലോഗൻ: ജീവൻ മുക്ത സ്ഥിതിയോടൊപ്പം ദേഹത്തിൽ നിന്ന് വേറിട്ട് വിദേഹി ആകുക. ഇതാണ് പുരുഷാർത്ഥത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ജീവൻ മുക്തം എന്നാൽ ജീവിതത്തിലിരിക്കുകയാണ്, ശരീരത്തിലിരിക്കുകയാണ്, എന്നാൽ എല്ലാത്തിൻ്റെയും മോശമായ നല്ല പ്രഭാവത്തിൽ നിന്ന് മുക്തമായ സ്ഥിതിയാണ്. ഈ സ്ഥിതിയോടൊപ്പം ശരീരത്തിൽ നിന്ന് വേറിട്ട് വിദേഹിയും ആയിരിക്കുക. ഇവ രണ്ടുമാണ് പുരുഷാർത്ഥത്തിൻ്റെ അവസാന സ്റ്റേജ്. അതായത് നമ്മുടെ ലക്ഷ്യം ഇവ രണ്ടുമാണ്. ഓം ശാന്തി.